ഈ വീഡിയോയിൽ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. ക്വിക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലെ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കുറച്ച് മാറി മറിയുന്ന ജോയിൻറ്റ് പൊളിറ്റിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ട് വേറെ ഒന്നുമല്ല, പൊതുവിൽ ഒരു നടൻ, പ്രമുഖ നടൻ, അപ്പം ഇത്രത്തോളം അയാൾ പീക്കിലിരിക്കുന്ന ടൈമിൽ 700 കോടിയോളം സ്വത്തുള്ള ഒരു വ്യക്തി അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോഴും മാർക്കറ്റ് വാല്യൂവിന് ഏതാണ്ട് 150 കോടി 200 കോടിയോളം ശമ്പളം വാങ്ങിക്കാൻ കപ്പാസിറ്റിയുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള നടൻ അതൊന്നും തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരികയും ആ പാർട്ടി ഒരു 108 സീറ്റുകൾ നേടി മെജോറിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ, അത് മെജോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ 118 സീറ്റ് വേണം. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 2 കക്ഷികളായിട്ടുള്ള AIADMK, അനൈത്ത് ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതുപോലെ തന്നെ DMK, തിമുക എന്ന് വിളിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പോൾ ഈ 2 പാർട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഡ്രവീഡിയൻ ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളാണ് ഈ 2 പാർട്ടിക്കും തന്നെ ഉള്ളത്. ഇനി ഇതിലുപരിയായിട്ട് ലെഫ്റ്റിസ്റ്റുകളായിട്ട് തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വിടുതലൈ സിറുത്തകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്. ഇതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സീമാൻ എന്ന് പറഞ്ഞ വ്യക്തി നയിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, നാം തമിഴർ കക്ഷി എന്ന് പറഞ്ഞിട്ട്. അതൊന്നും തന്നെ ഒരു സീറ്റും നേടാത്ത അവസ്ഥയാണ്. ഈ സീമാൻ തന്നെ മത്സരിച്ച സ്ഥലത്ത് തോറ്റു തുന്നം പാടിയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ആക്ടർ വിജയ് 2 വർഷം കൊണ്ട് പാർട്ടി പ്രഖ്യാപിച്ചു, വിജയം നേടി എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. വിജയുടെ പാർട്ടി 2 വർഷം കൊണ്ടല്ല 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിജയ് മക്കൾ ഇയക്കം എന്നുള്ള പേരിൽ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്ത ഫാൻസ് ക്ലബിലൂടെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള പബ്ലിക് മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. മാസീവായിട്ടുള്ള മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തത്. വിജയുടെ ഓരോ പ്രചാരണ മീറ്റിങ്ങുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അമ്പരന്ന് പോകും. അത്തരത്തിലുള്ള ജനക്കൂട്ടമാണ്. ആൾക്കാർ വിചാരിച്ചതെന്ന് വെച്ചാൽ, പൊതുവിലെ പൊളിറ്റീഷ്യൻസ് ഒക്കെ വിചാരിച്ചത് ഇത് ശരിക്കും നടനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ജനങ്ങളാണെന്നാണ് അവർ കരുതിയത്. ആ ധാരണ പിശക് തിരുത്തി കൊടുത്തത് മെയ് 4-ാം തീയതി വന്ന റിസൾട്ടാണ്. അത് തീർച്ചയായിട്ടും വൻ വിജയം തന്നെയാണ് നേടിയത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സർക്കാർ രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ 118 എന്ന് പറഞ്ഞിട്ടുള്ള മിനിമം നമ്പർ വേണം. ആ മിനിമം നമ്പർ ഇല്ല, 10 സീറ്റിന് കുറവുണ്ട്. കോൺഗ്രസ് രാവിലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്നും അവർ പിന്തുണ കൊടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മറ്റു പല കക്ഷികളും സപ്പോർട്ട് കൊടുക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ AIADMK, അതായത് ജയലളിത നയിച്ചിരുന്ന പാർട്ടി ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജയലളിത എന്ന് പറയുന്നതാണ്. ജയലളിത ഇപ്പം മരണപ്പെട്ടു പോയിട്ട് വർഷങ്ങളായി. ഇപ്പം പഴനിസ്വാമിയും അതേപോലെ OPS എന്നൊക്കെ വിളിക്കുന്ന പന്നീർസെൽവം എന്ന് വിളിക്കുന്ന 2 പേരാണ് അതിപ്പം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഇവർ BJPയുമായിട്ട് സഖ്യത്തിലാണ് ഈ AIADMK എന്ന് പറഞ്ഞ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ആശയത്തിന് തമിഴ്നാട്ടിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു വിരുദ്ധതയുണ്ട്. അത് ശരിക്കും മനസ്സിലായി ബ്രാഹ്മണിക്കൽ കോൺസെപ്റ്റിലൂടെയാണ് തമിഴ് ജനതയെ ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഈ RSS ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതൊരു ബ്രാഹ്മണിക്കൽ അജണ്ട വെച്ച് പുലർത്തുന്ന പാർട്ടിയാണെന്നുള്ളൊരു ഫീഡിങ് അത് പണ്ട് തൊട്ടേ ഉണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് തന്തൈ പെരിയാർ എന്ന് പറയുമ്പോഴത്തേക്കും EV രാമസ്വാമി നായ്ക്കർ, പുള്ളിക്കാരൊക്കെ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞ ആ ഒരു പോരാട്ടത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. കേരളത്തിൽ EV രാമസ്വാമി നായ്ക്കർ നയിച്ച ആ ഒരു റെഫോർമേഷൻ അത് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് ജാതിയുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ജാതിയുടെ മേൽക്കോയ്മ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെട്ടിരുന്നത് ഹിന്ദുത്വയിലൂടെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമുക്ക് മറച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇന്നും ജാതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പല സൊസൈറ്റികളിലും പല പ്രമുഖരുടെ പേരിൻ്റെ വാലിലും ഈ ജാതിയുണ്ട്. ഒരു പ്രിവിലേജ് ആയിട്ട് കുറച്ച് ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ലക്ഷറി ഹോട്ടലിൽ അല്ലെങ്കിൽ ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാൾ, അയാൾക്ക് തീർച്ചയായിട്ടും കുടിലിൽ താമസിക്കുന്നവൻ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു മനസ്സിലാക്കലിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു ഫിലോസഫിയുടെ പേരിലാണ് ഈ പൊളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ. ഈ ജാതീയതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അന്ന് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആ ജാതീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് ഈ ദ്രവീഡിയൻ പാർട്ടികൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ ശക്തി പ്രാപിക്കുന്നത്. അതിലൂടെ അവരുടെ ലാംഗ്വേജ് സ്പിരിറ്റ്, ഈ തമിഴ്നാട്ടിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡീപ്പായിട്ട് ജനങ്ങളുടെ മനസ്സിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴും ഈ തമിഴ് വഴി കൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ സ്കൂൾ തലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ പഠിപ്പിക്കുന്ന പോലെയല്ല. അത്
ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തമിഴ് ലാംഗ്വേജിന് ഒരുപാട് ഡെപ്തിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ വരെ കീഴടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സെഡിമെൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ആ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് കമ്പാരിറ്റീവ്ലി അതിനേക്കാളും മുന്നേ ഉണ്ടായിരുന്ന ഒരു കൾച്ചറായിട്ട് ഇപ്പം ഇത് വിശേഷിപ്പിക്കപ്പെടുകയാണ്. ഈ കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ അവിടെ ഈ റിസർച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. DMK പാർട്ടിക്കെതിരെയാണ് TVK എന്ന് പറഞ്ഞ വിജയുടെ പാർട്ടി മത്സരിച്ചത്. ഈ DMK പാർട്ടിയുമായിട്ട് കൂട്ടുകക്ഷി ഭരണം സാധ്യമല്ല, അസാധ്യമാണ്. ഇനി അഥവാ ഈ DMK പാർട്ടിയിലുള്ള ചെറുകിട പാർട്ടികളുണ്ടല്ലോ, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ മറ്റു പല ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അടർത്തിയെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് അവരുമായിട്ട് ചേർന്ന് ഇന്ത്യ മുന്നണി, ആ മുന്നണിയിലുണ്ടായിരുന്ന ടീമാണ് DMKയും ഈ കോൺഗ്രസും എല്ലാം. അപ്പോൾ അവിടെ നിന്ന് DMKയെ വെട്ടിമാറ്റിക്കൊണ്ട് കോൺഗ്രസ് തികച്ചും വിജയ്ക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. അതൊരു പരിധിവരെ ഓക്കെയാണ്. അപ്പോൾ ഇനിയും ഒരു 5-6 സീറ്റുകളുടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ 5-6 സീറ്റുകളുടെ ഷോർട്ടേജിന് വേണ്ടിയിട്ട് AIADMK എന്ന് പറഞ്ഞ ആ പാർട്ടിയുമായിട്ട് BJP സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്ന ഈ AIADMK എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് MGR ജയലളിത നയിച്ചിരുന്ന ആ പാർട്ടിയുമായിട്ട് വിജയ്ക്ക് പാർട്ടി ടു പാർട്ടി സഖ്യം പറ്റത്തില്ല. കാരണം അത് BJPയുടെ സഖ്യകക്ഷിയാണ്. അപ്പം പാർട്ടി ഇപ്പോൾ AIADMK എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് TVK ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ AIADMK DMK എങ്ങനെയാണോ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കുന്നത്, അതേപോലെ BJPയിൽ നിന്നും AIADMK സെപ്പറേറ്റ് ആവണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി അഥവാ ഈ BJPയിൽ നിന്നും സെപ്പറേറ്റ് ആകാൻ താല്പര്യമില്ല എങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് AIADMKക്ക് തമിഴ്നാട്ടിൽ സീറ്റില്ല, അവർ തോറ്റിരിക്കുകയാണല്ലോ. അവിടെ കരുണാനിധിയുടെ മോനായിട്ടുള്ള MK സ്റ്റാലിനാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയിപ്പോൾ 5 വർഷം വിജയുടെ പാർട്ടി അഥവാ വിജയ് മറ്റു പല സഖ്യകക്ഷികളുമായിട്ട് കൂട്ടിച്ചേർന്ന് ഗവൺമെൻറ് ഫോം ചെയ്യുന്നെങ്കിൽ പോലും ADMKക്ക് വീണ്ടും 5 വർഷം വെറുതെ ഇരിക്കേണ്ടി വരും. നിർണായകമായ മന്ത്രിസ്ഥാനങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ട് BJPയിൽ നിന്നും AIADMK സെപ്പറേറ്റ് ആയിട്ട് വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകാം എന്നുള്ളൊരു തരത്തിലൊരു ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കുതിരക്കച്ചവടങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. പല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെയുള്ള കച്ചവടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള അലയൻസ് എന്ന് പറയുന്നത് AIADMK എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്നും MLA സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇപ്പം 3 പേര് ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ചർച്ചകൾ നടത്തുകയാണ്. OPS എന്ന് പറഞ്ഞ പന്നീർസെൽവത്തിൻ്റെ വീട്ടിലും, അതേപോലെ എടപ്പാടി പഴനിസ്വാമി എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് TVKയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം, തൽക്കാലത്തേക്ക് BJPയെ മാറ്റി നിർത്താം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു സൈഡിൽ രാമദാസ് നയിക്കുന്ന പാട്ടാളി മക്കൾ കക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ നേതാവ് അവരുടെ സീറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു സൈഡിൽ ഈ വിജയകാന്ത് എന്ന് പറഞ്ഞ നടൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, തേമുതീക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി, DMDK. അപ്പം അവർ ഒരു സീറ്റാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ആ ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം. സോ വിജയുടെ ചീഫ് മിനിസ്റ്റർ പൊസിഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ലൈൻ ഇങ്ങനെ 2 ആഴ്ചയാണ് മാക്സിമം. 2 ആഴ്ചക്കുള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം, അതായത് കൃത്യമായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ MLAs, പാർട്ടി പൊസിഷൻസ്, മിനിസ്റ്റേഴ്സ് ഇതെല്ലാം അടങ്ങിയ കൃത്യമായിട്ടുള്ള രൂപരേഖ ഗവർണറിന് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഫോം ചെയ്യാം. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിലപേശലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് എന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റിക്കൽ നേതാവിനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് പറഞ്ഞാൽ, ശരിക്കും പുള്ളിക്കാരന് 700 കോടിയോളം സ്വത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇനി കുറച്ച് പൈസ സമ്പാദിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് വരുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇന്നും ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200 കോടി പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിജയിച്ച നടനാണ് വിജയ്. അപ്പം ആ നടൻ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ നടനെ ഇത്രമാത്രം ആരാധനയോട് നോക്കിക്കണ്ട് പുള്ളിക്കാരൻ്റെ സിനിമകൾ ഇത്രമാത്രം വിജയിപ്പിച്ചെടുക്കുകയും അതിലൂടെ ഇത്രമാത്രം സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്ത ആ ഒരു നടൻ ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണ രൂപത്തിൽ കിട്ടിയില്ല. ഇപ്പോൾ ഒരു പാർട്ടികളും പിന്തുണയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റീ ഇലക്ഷനിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിലവിലെ തമിഴ്നാടിൻ്റെ ഒരു കലങ്ങി മറിഞ്ഞ പൊളിറ്റിക്സിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറാൻ, അമേരിക്ക, ഇസ്രായേലിലേക്ക് വരാം. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപ്
ഒരു മലക്കമറിച്ചിൽ. ഈ മലക്കമറിച്ച് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇടപെടുന്നുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് അമേരിക്കയുടെ യഥാർത്ഥ അവസ്ഥ പറയാം, അമേരിക്കയുടെ 2 എയർക്രാഫ്റ്റ് റീഫ്യൂവലേഴ്സ് മിസ്സിംഗ് ആണ്. അതിലൊരെണ്ണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ അവിടെയാണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ തകർന്നു വീണോ, എന്താണ് സംഭവം, ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ ലഭ്യമല്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള തെരച്ചിലും ഇപ്പം അവസാനിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി തന്നെ ഏതാണ്ട് 1.1 ബില്യൺ ചിലവ് വരുന്ന ഒരു കേസ് കെട്ടാണ്. ഫ്രഷ് ആണെങ്കിൽ അതിൽ കൂടുതൽ വില വരും. അപ്പം അത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുപരിയായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അങ്ങോട്ട് ചെന്ന ഡിസ്ട്രോയർ ഇതുവരെ UAEയുടെ സൈഡിൽ നിന്നും മടങ്ങി തിരിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ എക്സിറ്റ് ആയിട്ടില്ല. അവർ ശരിക്കും അതിലൂടെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഇറാൻ്റെ സൈഡിൽ നിന്നും ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ അവരതിനെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് UAEയുടെ ഭാഗത്ത് തന്നെ സെക്യൂർ ആയിട്ട് അതിനെ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ ഫ്രീഡം അത് അമേരിക്ക നിർത്തിവെക്കുന്നതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണമായിട്ട് പുള്ളിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടായി. പാകിസ്ഥാൻ പറയുന്നത് ഇറാൻ ശരിക്കും ചർച്ചയ്ക്ക് തയ്യാറാണ്. അതുപോലെ അവർ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾക്ക് തയ്യാറാണ് എന്നുള്ള തരത്തിലൊക്കെ ട്രംപ് സാർ ഇറാൻ പറയുന്നുണ്ട് എന്ന് അസീം മുനീർ പറഞ്ഞതായിട്ട് ട്രംപ് രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും പാകിസ്ഥാനെ വലിച്ചഴക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കോണം ഇതിൻ്റെ ഉടായ്പ് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് എടുക്കുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രമാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ ഇറാൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ അത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻസും ഒരു കമ്മിറ്റ്മെൻറ്റും ഞങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപും പാകിസ്ഥാനും ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ പറയുകയാണ്. ഇവർ രണ്ടുപേരും ചേർന്നും പറയുന്നത് കള്ളമാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു മാറ്റമില്ല. കാരണം പാകിസ്ഥാൻ ഇടപെടുന്നു, അതായത് ട്രംപിന് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് വേണം, കുറച്ച് ടൈം ഗ്യാപ്പ് വേണം, ഒരു എക്സിറ്റ് പ്ലാൻ വേണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാകിസ്ഥാനെ വലിച്ചഴച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു ടാക്ടിക്സ് ആണ് ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും $100 അടുത്ത് കുറഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റ് മാനിപ്പുലേഷൻ വളരെ വ്യക്തമായിട്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഡീപ്ലി അതിനെ ഡൗണിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഹൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഗ്രാഫ് വേരിയേഷൻസ് ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ തലേ ദിവസവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് മാർക്കറ്റ് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാനറിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഇറാൻ UAEയിലേക്ക് നടത്തിയ ആക്രമണത്തിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ UAEയെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഡിസ്ട്രോയർ ഷിപ്പുകൾ UAEയിൽ എത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്നും കൂടി അവർ പറയുന്നുണ്ട്. അല്ലാതെ UAEയുമായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല. പക്ഷേ UAE ഞങ്ങളുടെ എനിമീസുമായിട്ട് കൂടുതൽ ഞങ്ങളുടെ എനിമീസിന് ഷെൽട്ടർ കൊടുക്കുന്ന രാജ്യം തന്നെയാണ് എന്നുള്ളതും കൂടി അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ്റെ മേളിലൊരു ആക്രമണം, ഒഫീഷ്യലി ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ UAEയെ ഒരുപക്ഷെ ടാർഗറ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ മറ്റൊരു വിഷയം നടന്നിരിക്കുന്നത് സുഡാനിൽ UAE ബാക്ക്ഡ് ഫോഴ്സ് അവിടെ ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് UAE ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സുഡാനിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ഡിനയൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് UAEയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. UAE അത് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇച്ചിരി വഷളാകുന്ന ഒരു സാഹചര്യമാണ്. വഷളാകുന്ന പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമണങ്ങളിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇഞ്ചുറി ആകുന്നതോ ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങളിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യൻ ഷിപ്പുകളെ വരെ ഇറാൻ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളും വളരെ വ്യക്തമായിട്ട് ഇറാനെതിരെ സ്വീകരിക്കുന്നുണ്ട്. കാരണം UAEയുമായിട്ട് ഇപ്പോൾ UAE ആണോ ഇറാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും പ്രാധാന്യം UAE തന്നെയാണ്. അത് ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇറാൻ ഒരു ട്രാൻസ്പോർട്ട് റൂട്ടാണ്. അത് ആ ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതേ അളവ് ഇമ്പോർട്ടൻറ്റ് ഇറാനുമുണ്ട്. ഐ മീൻ ടു സേ ദറ്റ് ചബഹാർ പോർട്ട് അല്ലെങ്കിൽ ബന്ദർ അബ്ബാസ് ഇവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും അത് മ്യൂച്വലാണ്. ഇറാനും ഇന്ത്യയുടെ കമോഡിറ്റി അവിടെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഇറാൻ അമേരിക്കയുടെ ഉപരോധത്തിലിരുന്ന സാഹചര്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇറാൻ്റെ പക്കൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ എണ്ണ വാങ്ങിച്ചു തുടങ്ങിയത്. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതിൽ ട്രംപ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയുടെ അടുത്തും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറഗ്ചി ചൈനയിലുണ്ടായിരുന്നു. അപ്പം ചൈനയുമായിട്ടുള്ള സന്ദർശനം ട്രംപ് വിസിറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഒരു വിസിറ്റ് ട്രംപ് ആണെങ്കിൽ നിരന്തരം ചൈനയെ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇറാൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ, ഇതിനെയൊക്കെ ചൊല്ലി ചൈനയ്ക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച, ഇറാനും ചൈനയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അമേരിക്കയ്ക്ക് ചൈന കൊടുക്കുന്ന ഒരു റിറ്റാലിയേറ്ററി മെസ്സേജാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൂ, എനിക്കും ഇറാനുമുള്ള ബന്ധം അത് വളരെ വലുതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജാണ് ചൈന ഇപ്പം അമേരിക്കയ്ക്ക് പാസ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് ചൈനയിലേക്ക് വരുന്നെങ്കിൽ വാ, ഇല്ലാന്നുണ്ടെങ്കിൽ വരണ്ട. അതാണ് ചൈനയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ വൈറ്റ് ഹൗസ് വീണ്ടും കൺഫേം ചെയ്യുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ചൈന സന്ദർശിക്കും, ട്രംപ് ചൈനയിൽ പോകും ഡയറക്റ്റായിട്ട്. അതായത് ഒന്നെങ്കിൽ ഇറാനുമായിട്ടുള്ള ബന്ധം ചൈന നിർത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക തായ്വാൻ കാർഡ് ഇറക്കും. ഇത് ട്രംപ് ചൈന സന്ദർശനം പൂർത്തിയാക്കുന്നെങ്കിൽ ആ പൂർത്തിയാക്കുന്നതിന് പിറ്റേ ദിവസം സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. അമേരിക്ക ഇറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അൺലെസ് ചൈന ഇറാനുമായിട്ടുള്ള ബന്ധം നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് ഈ കൊടുക്കൽ വാങ്ങൽ, എണ്ണ വാങ്ങിക്കുക, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകൾ, അതുപോലെ കെമിക്കൽ, ഇതെല്ലാം തന്നെ ഇറാന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ പരിപാടികളൊക്കെ ചൈന നിർത്തുന്നില്ല എങ്കിൽ അമേരിക്ക തായ്വാൻ കാർഡ് ഇറക്കും. അതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലുള്ള ബ്ലോക്കേഡ് മാത്രം അമേരിക്ക കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നിലവിലുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.